അസാധ്യ രുചിയിൽ ഒരു സോയാബീൻ ഫ്രൈ നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു പൗർണമീസ് കിച്ചൺ. ആദ്യം തന്നെ നമ്മൾ സോയാബീൻ എടുത്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 5 to 10 മിനിറ്റ് വരെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. സോയാബീൻ നന്നായി സോഫ്റ്റായി വരാൻ വേണ്ടിയാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഇളക്കുന്നുണ്ട്. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 പ്രാവശ്യം കഴുകി നമുക്കത് ഊറ്റി മാറ്റി വയ്ക്കാം. മസാല തയ്യാറാക്കുന്നതിന് ഒരു പാത്രം എടുത്തു. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റ് ആണെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ചതച്ച് ചേർക്കാം. പെരുംജീരകപ്പൊടി ഒരു കുഞ്ഞു സ്പൂൺ, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടി. അതിനുശേഷം മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ. അധികം പുളിയില്ലാത്ത തൈര്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ്. ഇനി എടുക്കുന്നത് ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ആണ്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ വറുത്ത അരിപ്പൊടി. രണ്ട് സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. കൺസിസ്റ്റൻസി ഈ രൂപത്തിലായിരിക്കണം. ഒരുപാട് ടൈറ്റ് ആവാനോ ഒരുപാട് ലൂസ് ആവാനോ പാടില്ല. സോയ ചങ്ക്സിൽ നന്നായി പുരണ്ടിരിക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇത് നമുക്ക് മൂടി വയ്ക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലായിരിക്കും ഏറ്റവും രുചി. എണ്ണ നന്നായി ചൂടായി വരണം. അതിനുശേഷം സോയ ചങ്ക്സ് ഓരോന്നായി പെറുക്കി ഇടാം. ഒരുപാട് ഒപ്പം വാരി ഇടാൻ പാടില്ല, ഒറ്റുപിടി. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വളരെ സ്ലോ ആക്കിയും വെക്കരുത്, അപ്പോൾ എണ്ണ കുടിക്കും. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നന്നായി നിറം മാറുന്നത് വരെ മൂപ്പിച്ച് വറുത്തെടുക്കാം. നിറമൊക്കെ മാറി നല്ലൊരു റെഡ് കളറിലേക്ക് വരുന്നുണ്ട്.
കുറച്ച് കറിവേപ്പില, അതുപോലെ പച്ചമുളക് കീറിയത് അതുകൂടി ഇടാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒരു സ്നാക്സായും ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. സൂപ്പർ ടേസ്റ്റാണ്.